കണ്ണൂർ മാടായിൽ കലഹിച്ചു നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ സമാന്തര സംഘടന രൂപീകരിക്കാൻ ആലോചിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതരായി മത്സരിക്കാനും ആലോചനയുണ്ട്. പ്രതിഷേധ കൺവെൻഷനിൽ സമാന്തര സംഘടനയ്ക്ക് രൂപം നൽകിയേക്കുമെന്നാണ് സൂചന. DCC ജനറൽ സെക്രട്ടറി വിമതരുമായി സംസാരിച്ചെങ്കിലും സമവായമായില്ല. അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, ഇടഞ്ഞു നിൽക്കുകയാണ് വിമതര്. മാടായിൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതിലിപ്പോൾ ഒരു സമാന്തര സംഘടനയ്ക്ക് രൂപം നൽകുന്നത് വരെ ആലോചനയിലുണ്ടോ? കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയാണോ ഇപ്പോൾ ഉള്ളത് മാടായിൽ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, അതായത് കണ്ണൂർ DCC നേതൃത്വത്തിന് വലിയ തലവേദനയായി ഒരു കീറാമുട്ടിയായി തന്നെ മാടായി കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള സംഘടനാ പ്രതിസന്ധി മാറുകയാണ്. ആഗസ്റ്റ് 24-ാം തീയതി ഒരു പ്രതിഷേധ കൺവെൻഷൻ MK രാഘവൻ വിരുദ്ധ പക്ഷ നേതാക്കൾ പ്രഖ്യാപിച്ചതാണ്. ആ കൺവെൻഷനകത്ത് ഒരു സമാന്തര സംഘടന രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആലോചനയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സര രംഗത്തിറങ്ങുന്നതുൾപ്പെടെ അവരുടെ ആലോചനയിലുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ അവിടെ ഈ പറയുന്ന MK രാഘവൻ വിരുദ്ധ പക്ഷ നേതാക്കളെ ഒന്നും അറിയിക്കാതെ ഒരു മണ്ഡലം കമ്മിറ്റി യോഗം അവിടെയുള്ള ഒരു മണ്ഡലം പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിരുന്നു. ഒരു വിഭാഗം പ്രവർത്തകർ അവിടെ മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ വിവരമറിഞ്ഞെത്തിയിട്ടുള്ള ഈ വിരുദ്ധ പക്ഷ നേതാക്കൾ അവിടെ എത്തുകയും ആ യോഗത്തിൽ വലിയ കയ്യാങ്കളി ഉണ്ടാവുകയും വാക്കുതർക്കമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഒരു പരസ്പര ഏറ്റുമുട്ടലിലേക്ക് DCC നേതൃത്വത്തിന് തലവേദനയായി ഈ മാടായി കോളേജിലെ വിഷയം മാറുകയാണ്. അതിലൊരു പ്രതിസന്ധിയായി ഇപ്പോൾ DCC നേതൃത്വത്തിന് മുന്നിലുള്ളത് ഈ വിരുദ്ധപക്ഷ നേതാക്കൾ പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു സ്ഥാപനത്തിൽ DYFIക്കാർക്ക് നിയമനം നൽകിയത് DCC നേതൃത്വം അംഗീകരിക്കുന്നില്ല. പക്ഷേ അവർ ആ നിലപാട് സ്വീകരിക്കുമ്പോൾ എതിർക്കേണ്ടി വരുന്നത് MK രാഘവൻ MBA ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് തോണിയിൽ കാലുവെച്ച് നിൽക്കുന്ന സമീപനമാണ് ഇപ്പോൾ DCC നേതൃത്വം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് മാടായിലുള്ള ഈ വിഷയത്തിൽ DCC നേതൃത്വത്തിൻ്റെ നിലപാട്. എന്തു ചെയ്യുമെന്നറിയാത്ത ധർമ്മസങ്കടത്തിലാണ് DCC നേതൃത്വം എന്നുള്ള കാര്യം കൂടി അറിയാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല DCC ഭാരവാഹികളും ഈ MK രാഘവൻ വിരുദ്ധ പക്ഷത്തെ നേതാക്കളുമായും പ്രവർത്തകരുമായും ഒക്കെ സംസാരിക്കുന്നുണ്ട്. DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന വിഭാഗം നേതാക്കളോട് സംസാരിച്ചിരുന്നു. പക്ഷേ ഈ പറയുന്ന പ്രതിഷേധ കൺവെൻഷനുമായി മുന്നോട്ട് തന്നെ പോവും എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് കൂടി പുറത്തുവിടണം എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് MK രാഘവൻ വിരുദ്ധ പക്ഷ നേതാക്കൾ ഉന്നയിക്കുന്നത്. താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. മാടായിൽ കാര്യങ്ങൾ കുറച്ച് പ്രതിസന്ധിയിലാണ്. DCC ജനറൽ സെക്രട്ടറിയൊക്കെ ഇവരുമായിട്ടൊക്കെ സംസാരിച്ചെങ്കിലും സമവായമായില്ല എന്നാണ് അർജുൻ കല്യാട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.